നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം വൈകാൻ കാരണം കുറച്ച് പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കിട്ടിയതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക്സ് പഠിച്ചാൽ ജോലി കിട്ടുന്നില്ല, പെട്ടെന്ന് പഠിച്ചാൽ എങ്ങനെ ജോലി കിട്ടും, പല വിഭാഗങ്ങളിലും ഇപ്പോൾ IT, പോളിടെക്നിക് ഇവിടെയൊക്കെ പഠിച്ചവർക്കൊക്കെ ജോലിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം അതല്ല. ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ശരിക്കും നിങ്ങളിപ്പോൾ ഒരു IT-യിലാവട്ടെ, പോളിടെക്നിക്കിലാവട്ടെ, എഞ്ചിനീയറിംഗ് കോളേജാവട്ടെ, അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പ്രിൻസിപ്പാളിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ കോഴ്സ് പൂർത്തീകരിച്ചാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് അല്ലാതെ എവിടെ ജോലി കിട്ടും? ഇതാരും ചോദിക്കുന്നില്ല. കാര്യം കാലഹരണപ്പെട്ട ഒരു ടെക്നോളജി വെച്ചാണ് ഇപ്പോഴും സിലബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി പഠിപ്പിക്കാൻ അധ്യാപകരില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ അവരത് പറയില്ല, അവർക്ക് പറയാൻ കഴിയില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു 7 ദിവസം കൊണ്ട് പഠിച്ച് ഇലക്ട്രോണിക്സ് പഠിച്ച് എങ്ങനെ ജോലി നേടാം, അതുപോലെ ഒരു 30 ദിവസം കൊണ്ട് പെർ ഡേ ഒരു 4 മണിക്കൂർ വെച്ച് പഠിച്ച് എങ്ങനെ പെട്ടെന്ന് ജോലി നേടാം, എന്തൊക്കെ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്, എവിടെ കിട്ടും, അതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻലി വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് ഒരുപാടുണ്ട്. തുടക്കക്കാർ, ഇലക്ട്രോണിക്സ് പഠിച്ച് വരുന്നവർ, കുറച്ച് പഠിച്ചവർ, അതുപോലെ അഡ്വാൻസ് ലെവലുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടും സൗകര്യപ്രദമായി കാണാൻ വേണ്ടി ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ ഒരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ പേരാണ് സോ സിമ്പിൾ എന്ന് പറയും. ആ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒരുമിച്ച് കാണുക. അപ്പോൾ തുടക്കക്കാർക്ക് പഠിച്ചു വരാം. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തൊഴിലിന് ഞാൻ നിർദ്ദേശിക്കുന്ന 1-2 ഐഡിയാസ് ഈ വീഡിയോയിൽ പറയാം. അതിന് വേണ്ട ബിഗിനേഴ്സിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട കോഴ്സുകൾ, കമ്പോണൻറ്റുകൾ, റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റർ, അല്ലെങ്കിൽ കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ, അതിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് വീഡിയോസാണ് ബിഗിനേഴ്സിന്. അപ്പോൾ ഒരു കമ്പോണൻ്റ് എടുത്താൽ അതെന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ചെയ്യണം, ഇത് മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കും അതിനകത്ത്. അതാണ് നമ്മൾ സോ സിമ്പിൾ എന്ന് പറയുന്ന ചാനലിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറച്ച് അഡ്വാൻസ് ടെക്നോളജി, സർവീസിങ്. ഇനി മെയിൻ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ജോലി കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് തൊഴിൽ സാധ്യത ഏത് ഫീൽഡിലാണ് ഇലക്ട്രോണിക്സിൽ എടുക്കാം. ഇലക്ട്രോണിക്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നൊരു പ്രോഡക്റ്റാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ സർവീസിങ് ബെസ്റ്റാണ്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും. ഇനി സർവീസിംഗ് എന്ന് പറയുമ്പോൾ പലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ സർവീസിങ് ഒരുപാട് പഠിക്കണോ, ഇലക്ട്രോണിക്സ് പഠിക്കണോ എന്നുള്ളത്. അതാണ് തെറ്റായ ധാരണ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, സർവീസിങ് പഠിക്കണമെങ്കിൽ ഒരു 30 ഡേയ്സ് മതി. അതൊരു ട്രിക്കി സർവീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ എവിടെ ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഞാൻ ഡൽഹിയിലാണ് ഏറ്റവും നല്ല ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ദൂരെ പോയി താമസിക്കാനും ഭാഷാ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എൻ്റെ അറിവിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കോയമ്പത്തൂരുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഫോൺ നമ്പറൊക്കെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അവരുമായിട്ട് വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം. പിന്നെ വീഡിയോ വൈകാൻ മറ്റൊരു കാരണം, ഇതുപോലെ സർവീസ് സെൻറ്ററുകളിലേക്ക് ഞാൻ കുറച്ച് പാഠഭാഗങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ബിഗിനേഴ്സിന് വേണ്ടേ. അതും ചെയ്തുകൊണ്ടിരിക്കും. ആ വീഡിയോസൊക്കെ നമ്മുടെ സോ സിമ്പിൾ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. ഇനി അതോ പഠിക്കാൻ പോകുന്നവർക്കും ഇത് കണ്ടതിന് ശേഷം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനപ്പെടും. ഇനി മൊബൈൽ ഫോൺ സാധ്യത, മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒന്ന് ഭക്ഷണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽപ്പെട്ട മൊബൈൽ ഫോൺ ഒരു 10-30 വർഷത്തേക്കൊന്നും ഒരു വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് വരിക എന്നല്ലാതെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഈവൻ നിങ്ങളിപ്പോൾ ഒരു 2 ഫോണില്ലാത്ത ആൾക്കാരില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവ് എടുത്തോളൂ. അവിടെ എത്ര ആയിരക്കണക്കിന് ഫോണുണ്ടാവും, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് ഫോണുണ്ട്. അപ്പോൾ അത്രയും ടെക്നീഷ്യൻസ് അവൈലബിൾ ഇല്ല. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കോയമ്പത്തൂർ ചെറിയൊരു സർവേ നടത്തി, കുറച്ച് ആൾക്കാരെ വെച്ച് സർവേ നടത്തി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഒരു ദിവസം, അതായത് പ്രതിദിനം ഒരു മൊബൈൽ സർവീസ് സെൻറ്റർ നടത്തിക്കൊണ്ട് 2500 രൂപ മുതൽ 30,000 രൂപ വരെ ഒരു ദിവസം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. ഇനി ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് പഠിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1-2 പിള്ളേരോടൊക്കെ അവർ കമ്പോണൻസൊക്കെ അഴിച്ചു മാറ്റും, അത് റീപ്ലേസ് ചെയ്തിട്ട് വേറെ വെക്കും. അതിൻ്റെ പേര് പോലും അറിയില്ല. യഥാർത്ഥത്തിൽ അറിയേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ കാര്യം. അത്യാവശ്യം അറിയെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം. അതിന് ഉപയോഗിക്കുന്ന മെയിനായിട്ട് ഉപകരണങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് മൈക്രോസ്കോപ്പ് വരും, അതുപോലെ ഡിസ്പ്ലേ മാറ്റുന്നത് ഒക്കെ കൂടി. ഇനി എങ്ങനെ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, മൊബൈൽ ഫോൺ സർവീസിനെ നമുക്ക് 3 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് സോഫ്റ്റ്വെയർ എന്ന് പറയാം, 2 ഹാർഡ്വെയർ, ഫോണിൻ്റെ ICയും ഒക്കെ കൂടിയുള്ളത്. ഇതാണ് മെയിൻ 2. പിന്നെ മൂന്നാമത്തെ ഡിസ്പ്ലേ ഹാർഡ്വെയർ ആണെങ്കിൽ പോലും നമുക്കതിനെ വേറൊരു സെക്ഷനായിട്ട് കാണാം. ഇനി
ഒന്നിൽ മാത്രം നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് 3 പഠിച്ചിരിക്കുക, അതിന് ശേഷം ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യുക. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എടുത്തോളൂ. മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നത്? അവർ തല ഒരു സെക്ഷനായിട്ട് പോകുന്നു, പിന്നെ കണ്ണ് വേറൊരു സെക്ഷനായിട്ട് പോകുന്നു, ഇയർ ആൻഡ് തോട്ട്, കൈ, എല്ലിങ്ങനെ ഒക്കെ സെപ്പറേറ്റ് സ്പെഷ്യലൈസേഷനാണ് വരുന്നത്. കാരണം അതിൽ തന്നെ തൊഴിലുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് വലിയ മേഖലയാണ്. ഇതിനകത്ത് തൊഴിലാളിക്ക് ക്ഷാമം നേരിടുന്ന ഒരുപാട് ഫീൽഡുണ്ട്. അതാണ് ഞാൻ ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിലൊന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മൊബൈൽ ഫോൺ ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് പഠിക്കുന്നത് ഏതെങ്കിലും കടകളിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുകയെന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നതിലാണ് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടും നല്ല അധ്യാപകരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ പഠിച്ചിരിക്കും. അതല്ലാത്ത വെറുതെ ഞാൻ ഒരു എയർ കണ്ടീഷൻ റൂമാണ്, അതല്ലെങ്കിൽ ഭയങ്കര ഫർണിഷിംഗ് ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന നല്ല ആളവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കും. പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ ഫോണിൻ്റെയും സ്കീമാറ്റിക്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് നോക്കാനും കമ്പോണൻറ്റും എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പെയ്ഡ് ചാനലാണ്. അത് അതിൻ്റെ കൂടെ മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കാണും, അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് കാണാൻ കഴിയും. പിന്നെ ചെറിയ കമ്പോണൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് വേണ്ടി വരും. അതുപോലെ മൊബൈൽ ഫോൺ സർവീസിങ് പഠിച്ചു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ പെൻ ഡ്രൈവ്, ഇങ്ങനെയുള്ള ചെറിയ SMD ടൈപ്പ് കമ്പോണൻസുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. പുതിയ കെമിക്കൽസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അവരൊക്കെ ചെയ്തു വരുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓവർ കറണ്ട് കൊടുക്കുക. ഓവർ കറണ്ട് 3.7 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഒരു 4 വോൾട്ട് അല്ലെങ്കിൽ 4.5 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് കേടായ കമ്പോണൻറ്റ് പെട്ടെന്ന് ഹീറ്റാവും, അല്ലെങ്കിൽ ഒരു സ്മോക്ക് അവിടെ വരുമ്പോൾ അങ്ങനെയാണ് ഒരു കമ്പോണൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഈ കമ്പോണൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല കണ്ടുപിടിക്കുന്നത്. പക്ഷേ മതി, സാധാരണക്കാരന് ഇപ്പോൾ അതല്ലേ ആവശ്യമുള്ളൂ. അങ്ങനെ സർവീസിങ് പെട്ടെന്ന് പഠിക്കാൻ കാര്യം ഇതൊരു സെപ്പറേറ്റ് മെത്തേഡിൽ പഠിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഇലക്ട്രോണിക്സിൽ അത്ര വലിയ പരിജ്ഞാനം വേണമെന്നൊന്നുമില്ല സർവീസിങ് പഠിക്കാൻ. രണ്ട് മേഖലയാണ്. അതുപോലെ വേറൊന്ന് ഫീൽഡാണ് VFD എന്ന് പറയും. VFD ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, ഇതാണ് ഇതിൻ്റെ പേര്. അത് കുറച്ച് ഡീറ്റെയിൽസ് അത് ഞാൻ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെക്കുറിച്ച്. ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസ് മോട്ടോർ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രികളിലൊക്കെ VFD വേണം. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കോയമ്പത്തൂർ നമുക്ക് ഒരു ലക്ഷ്മി മിൽസ് എന്ന് പറയും. അവിടെ 1000-ലധികം കോട്ടൺ മില്ലാണ്, 1000-ലധികം മോട്ടോറുകളുണ്ട്. അതിനെല്ലാം ഒരു VFD വീതമാണ്. അതും 2 രീതിയിലാണ് പഠിക്കുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ അതിനൊന്ന് പാരാമീറ്റർ സെറ്റിങ്സ് എന്ന് പറയും. അത് സെറ്റിങ്സ് ചെയ്ത് കൊടുക്കുക ഓരോ മോട്ടറിനും, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് അത് ഒരാഴ്ച മതി പഠിക്കാൻ നിങ്ങൾക്ക്. അതിന് സത്യത്തിൽ കേരളത്തിൽ തന്നെ ആളുണ്ടോയെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഞാൻ 1-2 കമ്പനിയിലൊക്കെ അന്വേഷിച്ച സമയത്ത് ഞാൻ പോയിരുന്നു. അതിൻ്റെ ഒരു റീപ്ലേസും സർവീസൊക്കെ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവർ പറഞ്ഞത് ഒന്നുകിൽ മഹാരാഷ്ട്ര പൂനെ നാളെ വരുത്തണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തണം. അവർക്ക് പാരാമീറ്റർ സെറ്റിങ്ങിന് 2000 രൂപയെ ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവർ DA താമസ സൗകര്യം എല്ലാം കൊടുക്കണം. മൊത്തത്തിൽ 10 രൂപ ചിലവ് വരും ഒന്ന് സർവീസ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ. ഇനി അതിൻ്റെ സർവീസിങ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയണമെന്നില്ല. സർവീസിങ്ങിന് മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ 5000. ഞാനൊക്കെ ചാർജ് ചെയ്യുന്നത് 5000 റുപ്പീസാണ് മിനിമം ചാർജ് ചെയ്യുന്നത്. ഇനി പ്രോഡക്റ്റിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12000 രൂപ മുതൽ 25000, 50000, 1 ലക്ഷം രൂപ വരെ വിലയുള്ള VFDകൾ അവൈലബിൾ ആണ്. ഇതുണ്ടെങ്കിൽ കമ്പനി വർക്ക് ചെയ്യും. ആ കമ്പനീൻ്റെ ഒരു ചെറിയ 1-2 കമ്പനി ഞാൻ ചെയ്തതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ വർക്കിംഗ് എന്താണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ 2 ജോലി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മൊബൈൽ ഫോൺ സർവീസിങ്, 2 വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് സർവീസിങ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുക. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഞാൻ അതിൻ്റെ കൂടെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് 1 by 1 ആയിട്ട് ഇതിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ്സിൻ്റെ ഞാൻ പറഞ്ഞു സോ സിമ്പിൾ എന്ന് പറയുന്ന ചാനലിലാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് പരമാവധി കാണാം. അതിൽ ഓരോ കമ്പോണൻറ്റും ഞാൻ വൃത്തിയായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇതാണ് ഫ്യൂജി കമ്പനിയുടെ VFD എന്ന് പറയുന്നത്, ഫെർമിക് മിനി. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പുറത്ത് കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. അടിവശത്ത് ഇത് മൊത്തം ഒരു ഹീറ്റ് സിങ്കാണ്. ഒരു കൂളിംഗ് ഫാനുണ്ട് ഇതിനകത്ത്. സർക്യൂട്ടൊക്കെ ഇതിനകത്തായിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, VFD പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് ഇവിടെ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഇത് അപ്പ് ഏരോ, ഡൗൺ ഏരോ, പ്രോഗ്രാം ഡാറ്റ, അതുപോലെ റീസെറ്റ് ബട്ടൺ, ഫംഗ്ഷൻ കീ, 2 കീ, ഫംഗ്ഷൻ കീ ആൻഡ് പ്രോഗ്രാം. ഇത് മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യോമീറ്റർ നോബാണിത്. VFD ഉപയോഗിക്കുന്ന
ഇൻഡസ്ട്രീൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് നിങ്ങളുടെ വീട്ടിനടുത്ത് ക്രഷർ ഉണ്ടാവുമല്ലോ, മെറ്റൽ ചെറുതാക്കുന്ന 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ബേബി മെറ്റൽ, ഇങ്ങനെ മെറ്റലൊക്കെ നിർമ്മിക്കുന്നതിന് ഇവർക്ക് ഒരുപാട് അരിപ്പകൾ വേണം. അത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ സൈസല്ല, വളരെ കൂടിയ സൈസ്. അപ്പോൾ അങ്ങനെയുള്ള അത് 1/4 ഇഞ്ച് കമ്പി 1/2 ഇഞ്ച് കമ്പി ഇത്രയും വലുതൊക്കെ വെച്ചിട്ട് വീവിങ് ആൻഡ് വെൽഡിങ് ഒരുമിച്ച് ചെയ്യുന്ന മെഷീൻസും, അതിനെ കമ്പി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലെയിൻ കമ്പികളാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത്തരം മെഷീനിലൂടെയൊക്കെയാണ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നെറ്റായി മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ താഴെ കാണുന്ന ഓരോ ബ്ലൂ കളറിലുള്ള ബോക്സൊക്കെ ഇതിനകത്തൊക്കെ ഇരിക്കുന്നത് VFDകളാണ്. 2, 3 മോട്ടോർ, അതിനനുസരിച്ച VFD. ഓരോ കമ്പനിക്കും ഈ VFD ഇല്ലാതെ ഇവർക്ക് വർക്ക് ചെയ്യിക്കാൻ കഴിയില്ല. കാര്യം മോട്ടോറിനെ ഫോർവേഡ് തിരിക്കേണ്ടി വരും, റിവേഴ്സ് തിരിക്കേണ്ടി വരും, കൂടാതെ സ്പീഡ് വളരെ സ്ലോ ആക്കേണ്ട ഘട്ടങ്ങൾ വരാം, അത് സ്പീഡ് കൂട്ടേണ്ട ആവശ്യങ്ങൾ വരാം, ലെങ്ത്ത് കൃത്യമായി കട്ട് ചെയ്യാനുള്ള കമാൻഡ്സ് കൊടുക്കേണ്ടി വരാം. ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതാണ് VFDൻ്റെ ഒരു ചെറിയ ഉപയോഗം. ഞാൻ പറഞ്ഞ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഭാരതി മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. നമുക്കതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ കാണുന്നത് മോണിറ്റർ, 60 ഇഞ്ച് മോണിറ്റർ. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് എന്ത് ഡാറ്റകളൊക്കെ കംപ്ലീറ്റ് അതിനകത്ത് കാണാൻ കഴിയും. പിന്നെ അതിന് ഈ മൈക്രോസ്കോപ്പിൽ നമ്മൾ ചെറിയ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് ആ മോണിറ്ററിൽ കാണാൻ കഴിയും. ഇനി നേരിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കി അങ്ങനെയും ചെയ്യാൻ കഴിയും. അപ്പോൾ എത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചില സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഫോൺ, സാംസങ് അല്ലെ അങ്ങനെയുള്ള എന്ത് കമ്പനീൻ്റെയും പെയ്ഡ് ചാനലാണ് നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ അതിൻ്റെ സർക്യൂട്ട്, സ്കിമാറ്റിക്, റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. മൈക്രോസ്കോപ്പ്, അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വീഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, മോണിറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കാണാം. പിന്നെ വളരെ വലുതായിട്ട് ഇത് 2 ലെൻസായിട്ട് തോന്നുമെങ്കിലും നമ്മൾ അതിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ സർക്കിളായിട്ട് കാണാൻ കഴിയും, വളരെ വലുതായിട്ട് കാണാൻ കഴിയും. പിന്നെ മറ്റും അതിൻ്റെ വോൾട്ടേജസ് ഒക്കെ ഫീഡ് ചെയ്യുന്ന ഉപകരണങ്ങൾ, ഇങ്ങനെ നിരവധി ഉപകരണങ്ങളുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ നേരിട്ട് മൈക്രോസ്കോപ്പൊക്കെ അതിൻ്റെ വർക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയാണ്, പെർഫെക്റ്റ് ആണോ, പറഞ്ഞ രീതിയിലൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കുന്നു. ഈ കാണുന്ന മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ നമുക്കിതാ മോണിറ്ററിൽ കൃത്യമായിട്ട് ഇത്ര വലുതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വളരെ ഈസിയാന്ന് പറയുന്നത് സർവീസിങ്. പോയ കമ്പോണൻറ്റ് കണ്ടുപിടിക്കുക, അത് റീപ്ലേസ് ചെയ്യുക, ഈ 2 പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ആദ്യം ഒരു ട്രിക്കി ടൈപ്പാണ് ഇതിൻ്റെ സർവീസിങ് വരുന്നത് പറയാൻ കാര്യം. ഞാനൊരു ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, കോയമ്പത്തൂർ. മിക്കവാറും ഞാനും അവിടെ ക്ലാസ് എടുക്കാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ അവൈലബിലിറ്റി നോക്കിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് വരുന്നവർക്കൊക്കെ നേരിട്ട് കാണണമെങ്കിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. പരമാവധി എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു തരാം. ഈ സ്ഥാപനം ഗാന്ധിപുരം എന്ന് പറയും. കോയമ്പത്തൂരിലൊരു മെയിൻ ബസ് സ്റ്റാൻഡാണ് ഗാന്ധിപുരം. അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ആ താഴെ കൊടുക്കുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ അവിടുന്ന് കളക്ട് ചെയ്യുമോ, നിങ്ങൾക്ക് അവിടെ മീറ്റ് ചെയ്യാൻ കഴിയും. കൂടാതെ നിങ്ങൾ ഈ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു സ്വന്തം സ്ഥാപനം എവിടെയെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും എല്ലാം അവർ സപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും അവർ. ഇനി സർവീസിങ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാരുണ്ടാവാം, ബന്ധുക്കളുണ്ടാവാം, ഇവരെല്ലാം ഫോൺ കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ കൊറിയർ സർവീസ് ഉണ്ട്, പിക്ക് ആൻഡ് പ്ലേസ്. ഇപ്പം മിക്കവാറും ഞാൻ നോക്കുന്ന സമയത്ത് 10-100 കടകൾക്ക് ഒരു സർവീസ് സെൻ്ററേ ഉള്ളൂ. അവരെല്ലാം അങ്ങോട്ട് കൊടുത്ത് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് എടുത്തിട്ട് മാറി കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ നല്ല സാധ്യതയുള്ളൊരു കോഴ്സാണ് മൊബൈൽ ഫോൺ സർവീസിങ് കോഴ്സ്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. ഇനി ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പ്രോഡക്റ്റും സർവീസ് ചെയ്യുമ്പോൾ മണിക്കൂറിനാണ് ചാർജ് ചെയ്യുക. കഴിവുള്ളവരെ സംബന്ധിച്ച് ഇത്ര മണിക്കൂറിന് ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരേ തൊഴിൽ നിങ്ങൾ മൊബൈൽ ഫോണിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ചാർജ് ചെയ്യാം. ഇപ്പോൾ VFDയിലോട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, VFD ഒക്കെ സർവീസ് എന്ന് പറയുമ്പോൾ 5000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അവനവൻ്റെ കഴിവിനനുസരിച്ച് തിരഞ്ഞെടുത്ത് പഠിക്കുക, അതാണ് വേണ്ടത്. അപ്പം ഇനിയുള്ള അല്ലാതെ വെറുതെ കുറച്ച് ഓഡിയോ ആംപ്ലിഫയേഴ്സ് ചെയ്തു, അത് തന്നെ എന്തെങ്കിലും ഒരു കണക്റ്റഡ് ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങളിങ്ങനെ നിങ്ങളെ പറഞ്ഞു തന്നുകൊണ്ട് ഒരു ബോറിംഗ് ആണ്. നിങ്ങൾക്കൊരു ബെനിഫിറ്റ് വേണ്ടേ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബെനിഫിറ്റ് വേണം. നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അതൊരു വെളിച്ചം വീശുന്നതായിരിക്കണം. അതിനാണ് ഞാൻ ഇത്തരത്തിലുള്ള ഐഡിയാസൊക്കെ പറഞ്ഞു തരുന്നത്. ഇതൊന്നും പൊതുവേ നിങ്ങൾക്ക് അങ്ങനെ മറ്റ് ചാനലൊന്നും പറഞ്ഞു തരാൻ ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ജോലിക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത്തരത്തിൽ പോവുക. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹോബി എന്ന വാക്ക് നമ്മൾ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കരുത്. ആരും ഉപയോഗിക്കാത്തൊരു വാക്കാണ് ഒരു ഫീൽഡിന് ഹോബി. ഇപ്പോൾ ആരെങ്കിലും പറയും ഞാനിപ്പോൾ എവിടെ പഠിക്കുക, ഞാൻ ഹോബിക്ക് പഠിക്കുക എന്ന് പറയില്ല. നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ നിങ്ങൾ എന്തിനാണ് ശരിക്കും പറഞ്ഞയക്കുന്നത്? പഠിക്കാൻ വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും അയക്കുന്നത്. അല്ലാതെ ഹോബി സർക്യൂട്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം മൊത്തം ഹോബിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഹോബി എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുക. ജോലിക്ക് വേണ്ടി പഠിക്കുക, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക, അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൊഴിൽ കിട്ടും. ഇങ്ങനെ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ കിട്ടുന്ന
മറ്റ് വിഷയങ്ങളുമായി നമുക്ക് കാണുന്നവരെ ഗുഡ് ബൈ.